ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നാണ് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെ ഈ ഒരു ഡയറി കുറെ കാലയിലയിൽ കിടക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് നല്ല പിൻട്രസ്റ്റി ഡയറിയാക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ഗിവ് അവേയിലേക്ക് കിടക്കാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണേ. പിന്നെ ഈ ഒരു ഡയറി മേക്ക് ഓവർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഒരു കഷ്ണം കാർഡ്ബോർഡും 2-3 ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ഡയറിയാക്കി മാറ്റാം. ഇനി ഇത് ഡയറിയിൽ തന്നെ വേണമെന്നില്ല, നോട്ട്ബുക്കിലായാലും നമുക്ക് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം കാർഡ്ബോർഡിൽ ഡോർ പോലെ ഒന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഡയറിയുടെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ടിഷ്യൂ കൂടി വെക്കണ്ടേ. അപ്പൊ അതിനായി ഇതിന്റെ മുകളിലേക്കൂടെ ഒന്ന് കൊടുക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ വീഡിയോ കാണുമ്പോൾ പോലെ ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ നമ്മൾ ഡോർ കംപ്ലീറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ 2 പീസ് കാർഡ്ബോർഡ് എടുക്കാൻ താഴെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പണിയായി തോന്നും, പക്ഷെ പണിയൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു കറക്റ്റ് ഡോറായില്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അടക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനി ഇതിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ എടുത്ത് ചെയ്താൽ മതി. എനിക്കിപ്പോ കളർ വേണ്ടതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആഡ് ആക്കാണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ടെക്സ്റ്റ് ആർട്ട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ആദ്യം ഒരു ബൗളിൽ ടിഷ്യൂ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളയിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ വെള്ളമെല്ലാം പിഴിഞ്ഞാളിന് ശേഷം കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഫാബ്രിക് അയച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു തുള്ളിയാണ് ഉദ്ദേശിച്ചത്. ഇനി അതെടുത്ത് നമ്മൾ വരച്ചു കൊടുത്തതിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഡോറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഇവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി അവിടെ ആയിട്ട് കുറച്ച് ബീഡ്സ് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഡയറി? പിൻട്രസ്റ്റി ലുക്കായില്ലേ? അപ്പൊ ഈ ഒരു ഡയറി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഇടണേ. ഇനി നമുക്ക് ഗീവ് അവേയിലേക്ക് കിടക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിരുന്നു. ഞാൻ ആദ്യം വിന്നേഴ്സിനെ കമന്റ്സ് നോക്കി പിക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്രയും കമന്റ്സിന് 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് കമന്റ് പിക്കറിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ കമന്റ്സ് വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇത് പോസിബിൾ അല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനി ഇതേപോലെ കുറെ ഗീവ് അവേ നടത്താലോ. അപ്പൊ നമ്മുടെ ഗീവ് അവേന്റെ ലിങ്ക് ഈ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് തന്നെ സെലക്ട് ആവുകയെ ചെയ്യല്. അപ്പൊ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ചധികം കമന്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ലോഡായി കിട്ടിയത്. അപ്പൊ കിട്ടി ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വിന്നർ ബിന്ദു CK ആണ് എന്നൊരു ഐഡിയ ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വിന്നർ ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റൈഡ് നമ്മുടെ യൂട്യൂബിൽ എവിടെയും കൊടുത്തിട്ടുണ്ടായിട്ടില്ല. കുറെ പേര് നമ്മുടെ ഇൻസ്റ്റൈഡ് തപ്പിപ്പിടിച്ച് അതിൽ കുറെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇനിയും നിങ്ങളെ സജഷൻ നോക്കിയിട്ട് കുറെ ഗിവ് അവേസ് നടത്തണം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വിന്നറിന് കിട്ടിയിട്ടുണ്ട് മിതു ഫിദു സിദ്ധു 2121 എന്നൊരു ഐഡിയ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് 2 വിന്നേഴ്സ്. അപ്പൊ ഈ 2 വിന്നേഴ്സും എനിക്ക് ഈ ഒരു ഇൻസ്റ്റ ഐഡിയിൽ മെസ്സേജ് ഇട്ടാം. മാക്സിമം 5 ഡേയ്സിനുള്ളിൽ കോൺടാക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് വേറെ ഒരാൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്.